welcome back. Today we are going to discuss an important note of appreciation of our chapter, The Ballad of Father Gilligan. So, നമ്മുടെ third unitലെ important poem ആണല്ലേ The Ballad of Father Gilligan. അതിന്റെ appreciationും അത്രത്തോളം തന്നെ important ആണ്. And today we are going to discuss that. And you people know how to write an appreciation, right? Appreciation എഴുതുന്ന സമയത്ത് നമ്മൾ first ഒരു introduction കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ summary എഴുതും. And then poetic devices, right? Yes. So ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ appreciation എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. And we are going to discuss appreciation of Ballad of Father Gilligan. We know Ballad of Father Gilligan is an interesting story, അല്ലേ? ഒരു കഥ പറയുന്ന കവിതയല്ലേ Ballad of Father Gilligan എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിന് ballad എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ballad എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ നരേറ്റ് ചെയ്യുന്ന സ്റ്റോറീസ് നരേറ്റ് ചെയ്യുന്ന കവിതകൾക്കാണ് ballad എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് ഈ ഒരു കവിത ballad ആയി മാറുന്നത്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് അപ്രീസിയേഷനിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കും. ആ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ചാപ്റ്ററിന്റെ നെയിം കൊടുക്കണം, പോയറ്റിന് നെയിം കൊടുക്കണം. ആരാ പോയറ്റ് എന്നുള്ളത് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് പോയറ്റിനെ കുറിച്ച് നമ്മൾ കൊടുക്കുക. അതേപോലെ സ്ട്രക്ചർ ഓഫ് ദ പോയം നമുക്ക് ഇൻട്രൊഡക്ഷൻ പോർഷനിൽ ആഡ് ചെയ്യാവുന്നതാട്ടോ. ഓക്കെ ആണല്ലോ. ഇനി the poem The Ballad of Father Gilligan by the renowned Irish poet William Butler Yeats is a typical ballad. So the poem, നമ്മുടെ ഈ poem ആയിട്ടുള്ള The Ballad of Father Gilligan എന്ന് പറഞ്ഞ poem ആരാണ് എഴുതിയിട്ടുള്ളത്? വില്യം ബട്ട്ലർ ഈറ്റ്സ് എഴുതിയിട്ടുള്ള. ആരാണ് വില്യം ബട്ട്ലർ ഈറ്റ്സ്? അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഒരു ഐറിഷ് പോയറ്റ് ആണ്. ഇതൊരു ബാലഡ് ആണ്. It's a typical ballad composed in quatrains with a rhyme scheme of ABCB. പിന്നെ ഒരു ബാലഡിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ബാലഡിൽ പൊതുവെ റൈം സ്കീം ഉണ്ടാവുക ABCB ആണ്. നമ്മൾ ഈ പോയം എടുത്തു നോക്കിയാലും അതിൽ ഓരോ സ്റ്റാൻസാസിൽ എത്ര ലൈൻസ് ഉണ്ട്? 4 ലൈൻസ് ഉണ്ട്, അല്ലെ? അതുകൊണ്ടാണ് അതിന് ക്വാട്രൈൻസ് എന്ന് പറയുന്നത്. 4 ലൈൻഡ് സ്റ്റാൻസാസിനാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? ക്വാട്രൈൻസ് എന്ന് പറയാറുള്ളത്. ഓരോ ക്വാട്രൈൻസിന്റെയും റൈം സ്കീം എങ്ങനെയാണ് പോകുന്നത്? ABCB എന്ന റൈം സ്കീമിലാണ് പോകുന്നത്. പിന്നെ The poem narrates the tragic story of Father Gilligan and his parishioners. ഈ പോയത്തിൽ പറയുന്നത് ഫാദർ ഗില്ലിഗന്റെയും അദ്ദേഹത്തിന്റെ പാരിഷണേഴ്സ്, അദ്ദേഹത്തിന്റെ ഇടവകയിലുള്ള ആൾക്കാരുടെയും കഥയാണ്, അല്ലെ? പോയത്തിൽ പറയുന്നത്. We know അവിടെ ഒരു എപ്പിഡമിക്, ഒരു അസുഖം ബാധിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പം കുറെ ആൾക്കാർ അസുഖമായിട്ട് കിടപ്പിലാണ്, കുറെ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. സോ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇതിൽ പറയുന്നത്, റൈറ്റ്? യെസ്. ദെൻ അപ്പം ഇത്രയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പോർഷൻ വരുന്നത്. ഇനി നമുക്ക് സമ്മറിയിലോട്ട് പോവാം. ദ ഹോൾ സമ്മറി ഓഫ് ദ ചാപ്റ്റർ ആണ്. എക്സാമിന് നിങ്ങളോട് എത്രയാണോ ലൈൻസ് ചോദിക്കുന്നത് അത്രമാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ ലിസൺ. The poem deals with the theme of the pity and piety of an old priest, the death and miseries of his parishioners, and the limitless love and mercy of God. So, the theme, അടുത്ത നമ്മൾ പറയുന്നത് തീമാണ്, ശ്രദ്ധിക്കുക. The poem deals with the theme of pity and piety of an old priest. നമുക്കറിയാം priest Father Gilligan is very tired, right? അദ്ദേഹത്തിന്റെ ഇടവകയിലുള്ള ആൾക്കാർ ഇങ്ങനെ കുറെ പേര് മരിച്ചു പോകുന്നുണ്ട്, കുറെ പേര് അസുഖമായിട്ട് ബാധിച്ചിട്ട്. അപ്പം ഈ അവസാന കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഫാദർ ഗില്ലിഗൺ ആകെ ടയേർഡ് ആയിട്ടുണ്ട്, അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ ദയനീയാവസ്ഥ അതിൽ പറയുന്നുണ്ട്. അതേപോലെ ഇടവകക്കാരുടെ മരണത്തെ പറ്റിയും അവരനുഭവിക്കുന്ന ദുരിതങ്ങളെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ആൻഡ് the limitless love and mercy of God, ദൈവത്തിന്റെ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള സ്നേഹത്തിനെ പറ്റിയിട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട്, അല്ലെ? Then the priest Peter Gilligan was very tired and upset. ഇനി നമ്മളെ പോയം തുടങ്ങുന്നത് എങ്ങനെയാണ്? പോയം തുടങ്ങുന്ന സമയത്ത് നമ്മളെ പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൺ വാസ് വെരി ടയർഡ്, വെരി ആണ്, അല്ലെ? ബിക്കോസ് കാരണം എന്താണ്? ഹാഫ് ഓഫ് ഹിസ് പാരിഷണേഴ്സ് വേ എയ്തർ ഡെഡ് ഓർ സിക്ക് ഇൻ ബെഡ് ഡ്യൂ ടു ആൻ എപ്പിഡമിക്. ഒരു എപ്പിഡമിക് കാരണം അദ്ദേഹത്തിന്റെ ഇടവകയിലുള്ള കുറെ ആൾക്കാർ, പാരിഷണേഴ്സ് പറഞ്ഞാൽ ഇടവകക്കാര്, ഇവരൊക്കെ കുറെ പേര് അസുഖം ബാധിച്ച് ബെഡിലാണ്, കുറെ പേര് മരിച്ച് ഗ്രേവിലാണ്, അല്ലെ ഉള്ളത്? അതെ. The father was in service of them day and night. രാവും പകലും ഫാദർ ഈ അവസാന കർമ്മങ്ങളും ഇവർക്ക് വേണ്ട പ്രാർത്ഥനകളും ഒക്കെ ചെയ്ത് നമ്മൾ ഫാദർ ആകെ ടയേർഡ് ആയിട്ടുണ്ട്. One day at the Martyr of Eve, Father Gilligan was called for attending the last moments of a dying man. അങ്ങനെ മോത്ത് hour of the eve എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് സമയം, ഈ പാട്ടുകളൊക്കെ വരുന്ന ഈവനിങ് സമയം, ഒരു മരിക്കാനായ ഒരു മനുഷ്യന്റെ അവസാന കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാദർ ഗില്ലിഗന്റെ അടുത്തേക്ക് ഒരാൾ വന്നു, അല്ലെ? എന്നിട്ട് പറഞ്ഞു, ഫാദർ നിങ്ങൾ പെട്ടെന്ന് തന്നെ വരണം, ഞങ്ങളെ വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞു.
ശരിക്കും ഫാദർ വാസ് ഫുള്ളി ടയേർഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളടുത്ത് വന്നിട്ട് അടുത്ത പണി തരുന്ന സമയത്ത് അവരറിയാണ്ട് പറഞ്ഞു പോകുന്ന കുറെ കാര്യങ്ങളാണ് പിന്നീട് ഫാദർ പറയുന്നത് അല്ലെ. ദ പ്രീസ്റ്റ് വാസ് വെരി ടയേർഡ് ആൻഡ് സ്ലീപ്പി. പ്രീസ്റ്റ് ആണെങ്കിൽ വളരെ ക്ഷീണിതമായിട്ട് അങ്ങനെ, കാരണം രാത്രി ഒന്നും അദ്ദേഹത്തിന് തീരെ ഉറങ്ങാനൊന്നും പറ്റുന്നില്ലായിരുന്നു. He expressed his grief in a complaining voice that he had no rest, no joy and no peace. അങ്ങനെ അദ്ദേഹം അറിയാതെ അദ്ദേഹം പറഞ്ഞുപോയി, എന്ത്, എനിക്ക് റെസ്റ്റ് ഇല്ല, എനിക്ക് സന്തോഷമില്ല, എനിക്ക് സമാധാനമല്ല എന്നൊക്കെ അറിയാതെ പറഞ്ഞുപോയി. ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ he realized his mistake and repented. അദ്ദേഹം പറയുന്നുണ്ട് അല്ലെ, അദ്ദേഹം ഒരു ഫാദർ ആണ് അല്ലെ, അപ്പൊ അദ്ദേഹം അത് പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശ്വാസം, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ഇത്, അദ്ദേഹം ചെയ്യണം. ഇത് ആലോചിച്ച് റിപ്പന്റ് ചെയ്യാനോ കരയാനോ വിലപിക്കാനോ ഒന്നും പറ്റില്ല എന്നുള്ളൊരു വിശ്വാസമാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് പറയുന്നുണ്ട്, ദൈവമേ, ഞാനല്ല ഇതൊന്നും സംസാരിച്ചത്, ഞാനല്ല ഇത് പറഞ്ഞത്, എന്റെ ബോഡി, മൈ ബോഡി സ്പീക്ക് എന്ന് പറയുന്നുണ്ട് അല്ലെ. He knelt and prayed to God for forgiveness. അങ്ങനെ അദ്ദേഹം knelt, മുട്ടുകുത്തിയിട്ട് ദൈവത്തിനോട് ക്ഷമ ചോദിക്കുകയാണ്. And in the prayer he fell asleep leaning over a chair. അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹം എന്തായി പോവാ, ഉറങ്ങിപ്പോവും അല്ലെ. He fell asleep. He woke up only in the following morning at the time of sparrow chirp. പിന്നെ എപ്പോഴാ അദ്ദേഹം എഴുന്നേറ്റത്, രാവിലെ സ്പാരോ ചിർപ്പ്, ബേർഡ്സിന്റെ സൗണ്ട് എപ്പോഴാ കേൾക്കുക, ഏർലി മോർണിംഗ് ആകുമ്പോൾ അല്ലെ. സോ സ്പാരോ ചിർപ്പ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മോർണിംഗ് സമയമാണ്. അപ്പൊ മോർണിംഗ് ആണ് അദ്ദേഹം പിന്നെ എഴുന്നേറ്റത്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു അല്ലെ, അദ്ദേഹത്തിനോട് ഒരാൾ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം അത് ചെയ്യാൻ മറന്നുപോയി. He realized his failure of duty and soon he roused his horse and rode to the sick man's house with a little care. അങ്ങനെ എഴുന്നേറ്റ സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് തിരിച്ചറിവ് വന്നു, റിയലൈസ് ചെയ്തു, അയ്യോ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് തൻ്റെ കുതിരയെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ആ സിക്ക് മാൻ്റെ വീട്ടിലേക്ക് പോകുന്നു. വിത്ത് ലിറ്റിൽ കെയർ. എന്താ വിത്ത് ലിറ്റിൽ കെയർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടാണ് പറയുന്നത്. ഒട്ടും കെയർ കൊടുക്കാതെ വളരെ സ്പീഡില് ഫെന്നിലൂടെയൊക്കെ അല്ലെ, ചതുപ്പ് പ്രദേശങ്ങളിലൂടെയൊക്കെ അദ്ദേഹം കുതിര ഓടിച്ചു പോയി. When he reached the house, the sick man's wife asked the priest in surprise why he came again. അങ്ങനെ സിക്ക് മാന്റെ വീട്ടിലെത്തിയ സമയത്ത് സിക്ക് മാന്റെ വൈഫ് ചോദിച്ചില്ലേ, ഫാദർ നിങ്ങൾ എന്തിനാ പിന്നെയും വന്നത് അല്ലെ, അങ്ങനെയല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഫാദർ അവിടെ വന്നിട്ടുണ്ടായിരുന്നുടാ, ഇല്ലല്ലേ. ഓക്കെ, she also told that the man had died an hour before as merry as a bird. അവള് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഒരു പക്ഷിയെ പോലെ സന്തോഷവാനായിട്ട് as merry as a bird കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. From the wife's words, the priest understood that the God had sent an angel to do his duties in his absence. അങ്ങനെ വൈഫിന്റെ വാക്കുകളിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, തൻ്റെ അഭാവത്തിൽ, തൻ്റെ ആബ്സെൻസിൽ ദൈവത്തിന്റെ മാലാഖി അല്ലെങ്കിൽ ദൈവദൂതനെ ഭൂമിയിലേക്ക് അയച്ച് തൻ്റെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്തത് ഒരു ഏഞ്ചൽ ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ പിന്നെ ദൈവത്തിനോട് അദ്ദേഹം സ്തുതിക്കുകയാണ് അല്ലെ. He knelt in prayer and praised the God. അദ്ദേഹം മുട്ടുകുത്തി ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. and praise the God, ദൈവത്തിനെ വാഴ്ത്തുകയാണ്. saying that the most powerful God, എന്താണ് പറയുന്നത്, ഏറ്റവും ശക്തനായിട്ടുള്ള ദൈവമേ, with planets in his care, ഇവിടെയുള്ള പ്ലാനറ്റ്സ് ഒക്കെ നിന്റെ കെയറിലാണ്. showed mercy upon him, the silliest of the God's creation. അതില് ഈ ലോകം മുഴുവൻ നിന്റെ കെയറിലാണുള്ളത് അല്ലെ. അതില് ചെറിയ ആളായിട്ടുള്ള, ഏറ്റവും ചെറിയൊരു മനുഷ്യനായിട്ടുള്ള, നിന്റെ കൊടാനുകൊടി സൃഷ്ടികളിൽ ഏറ്റവും ചെറിയ ആളായിട്ടുള്ള എന്നോട് പോലും നീ ദയ കാണിച്ചില്ല ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനെ അദ്ദേഹം പ്രൈസ് ചെയ്യാണ് അല്ലെ. യെസ്, സോ ഇങ്ങനെയാണ് നമ്മൾ കവിത അവസാനിക്കുന്നത്. സോ ദിസ് ഈസ് ദ പോയം ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗന്റെ സമ്മറിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്, ദ പോയറ്റിക് ഡിവൈസസ്. സോ പ്ലീസ് ലിസൺ, ഇതിൽ കുറേ പോയറ്റിക് ഡിവൈസസ് ഉണ്ട്, ശ്രദ്ധിക്കാം. The green swords, rocky lane and fen. The green swords, rocky lane and fen. Moth, priest riding the horse are some visual images. Visual images എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ലെ. അപ്പോൾ ഗ്രീൻ സോട്ട്സ്, പച്ചപ്പുല്ല്, റോക്കി ലെയിൻ ആൻഡ് ഫെൻ, അദ്ദേഹം ഹോഴ്സിനെ റൈഡ് ചെയ്ത് പോകുന്നത് ഏതിലൂടെയാണ്, റോക്കി ലെയിൻ, ചതുപ്പ് പ്രദേശം. അപ്പൊ അതൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊരു വിഷ്വൽ ഇമേജ് കിട്ടുന്നുണ്ട് അല്ലെ. സോ അതുകൊണ്ടാണ് അത് വിഷ്വൽ ഇമേജിന് എക്സാമ്പിൾ ആയിട്ട് വന്നത്. ഇനി നമുക്ക് ഓഡിറ്ററി ഇമേജ്, കേൾക്കാൻ പറ്റും, മാവറോൺ അതൊക്കെ ഉണ്ട് അല്ലെ. The sparrow chirp, the soft sounds of leaves shaking in the wind,
and the Father Gilligan's cry of grief called Mavron Mavron are examples of auditory images. അപ്പോൾ എന്തൊക്കെയാണ്? സ്പാരോന്റെ ചിർപ്പ്. സ്പാരോ എന്ന് ഉദ്ദേശിക്കുന്നത് സ്പാരോ എന്ന് പറഞ്ഞ ബേർഡിനെ മാത്രമല്ല, എല്ലാ ബേർഡ്സിനെയും കൂടി അവിടെ പറയുന്നത് കേട്ടോ. സ്പാരോന്റെ ചിർപ്പിംഗ് സൗണ്ട്സ്, പിന്നെ രാത്രി ഇലകൾ ആടുന്ന ചെറിയ ശബ്ദങ്ങൾ, അതേപോലെ ഫാദർ ഗില്ലിഗന്റെ കരച്ചില് മാവ്രോൺ മാവ്രോൺ, ഇതൊക്കെ ഓഡിറ്ററി ഇമേജസ് ആണ്. ഇനി എന്താണ്? The phrase Mirth hour of the eve indicates sunset. നിങ്ങൾക്കറിയാലോ, mirth hour ഈവനിങ് സമയത്ത് സൺസെറ്റ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈവനിങ് ടൈം. സ്പാരോ ചിർപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൺറൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി പെർസോണിഫിക്കേഷൻ. പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്മാരുടെ കഴിവ് നോൺ ലിവിങ് തിങ്സിന് കൊടുക്കുന്നതിനാണല്ലേ പെർസോണിഫിക്കേഷൻ എന്ന് പറയാം. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ there is an example of personification in the line and the stars began to peep. Stars began to peep. Peep എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക. ആരാണ് എത്തി നോക്കാറുള്ളത്? എത്തി നോക്കാറുള്ളത് നമ്മൾ മനുഷ്യന്മാരല്ലേ. പക്ഷെ ഇവിടെ പറയുന്നത് ആരെ പറ്റിയിട്ടാണ്? സ്റ്റാർസിനെ പറ്റിയിട്ടാണ്. So it is an example of personification. Okay. Any the expression the man died as merry as a bird. The merry as a bird എന്ന് പറഞ്ഞാൽ എന്താ? Likewise വന്നാല് നമ്മള് സിമിലിക്ക് എക്സാമ്പിൾ എന്ന് പറയൂല്ലേ, as merry as a bird, ഒരു പക്ഷിയെ പോലെ ഉറങ്ങി എന്നാ പറയുന്നത്. So it is an example of simile. ഇനി എന്താ ഉള്ളത്? The opening line, the old priest Peter Gilligan, is repeated 4 times, which can be taken as an example of refrain. Refrain എന്ന് പറഞ്ഞാൽ ഒരേ ലൈൻ ഫുള്ള് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതാണ് refrain. അപ്പൊ നിങ്ങൾ the old priest Peter Gilligan എന്ന് പറഞ്ഞ ലൈൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ലേ, അപ്പൊ അതെന്തിന്റെ എക്സാമ്പിൾ ആണ്? refrain എക്സാമ്പിൾ ആണ്. ഇനി alliteration എക്സാമ്പിൾ നോക്കണം. repetition of consonant sounds in the beginning, right? So നോക്ക്. Priest Peter, p, die and die, d. Mavron and Mavron, the man, m. No rest, nor joy, nor peace. ഇതില് n sound is repeating. So ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? alliteration എക്സാമ്പിൾ ആണ്. ഇനിയുള്ളത് അനഫോറ ആണ്. അനഫോറ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത വരികൾ ഒരേ വാക്ക് കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ that is an example of anaphora. Okay, the word and is repeated at the beginning of several successive lines, which is an example of anaphora. and എന്ന് പറഞ്ഞ വാക്ക് അടുത്തടുത്ത വരികൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതെന്തിന് എക്സാമ്പിൾ ആണ്? അനഫോറ. അപ്പൊ അനഫോറയും റിഫ്രെയിനും മേ ബി നിങ്ങൾക്ക് പുതിയതായിരിക്കും. അപ്പൊ റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ മൊത്തം ലൈൻസ് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത് റിഫ്രെയിൻ ആണ്. അനഫോറ എന്ന് പറഞ്ഞാൽ ഓരോ അടുത്തടുത്ത വരികൾ ഓരോ വാക്ക് കൊണ്ട് സെയിം വേർഡ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് അനഫോറ. ഓക്കെ, ദെൻ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. The poem perfectly presents a ballad telling the tragic story of Father Gilligan. Actually ഇത് കറക്റ്റ് ഒരു ബാലഡ് ആണ്, കാരണം ഫാദർ ഗില്ലിഗന്റെ കഥയാണ് ഇവിടെ നറേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ കഥ പറയുന്ന കവിതകൾക്കാണല്ലോ നമ്മൾ എന്ത് പറയാ? ബാലഡ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഫാദർ ഗില്ലിഗന്റെ കഥയാണ് പറയുന്നത്. and depicts the pitiful and pious priest in the minds of the readers as an unfading image. മാഞ്ഞു പോകാത്ത ഒരു ഇമേജ് പോലെ അദ്ദേഹത്തിന്റെ ഇടവകയിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മളെ അപ്രീസിയേഷൻ ഉള്ളത്. അപ്പൊ ഇനി അപ്രീസിയേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്തൊക്കെ കൊടുക്കണം? ചാപ്റ്ററിന്റെ പേര് കൊടുക്കണം, അതേപോലെ തന്നെ about the poet, then theme of the poem, and then നമ്മൾ സമ്മറിയിലേക്ക് പോകുന്നു. സ്ട്രക്ചർ കൊടുക്കാൻ മറക്കരുത്. സമ്മറി പോകുന്നു, അത് കഴിഞ്ഞിട്ട് പോയറ്റിക് ഡിവൈസസ്, ലാസ്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് the ballad of Father Gilligan, and it is very important to learn appreciation of this chapter. Okay, so that's all. See you on the next video. Until then, take care and bye.